തോറ്റിട്ടില്ല. പക്ഷേ കിരീടം നമ്മൾ നകന്നു പോകുന്നു. ശ്രീനാഥ് ചന്ദ്രൻ വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീനാഥ്, നമുക്ക് നിരാശയുടെ സമയമാണ്. പക്ഷേ തോറ്റോ എന്ന് ചോദിച്ചാൽ തോറ്റിട്ടില്ല. ഫൈനലിൽ നമ്മൾ സമനിലയിൽ തളച്ചിരിക്കുന്നു വിദർഭയെ. പക്ഷേ നിയമം അങ്ങനെയാണ്. ഒന്നാം ഇന്നിംഗ്സിലെ ലീഡ് ആർക്കാണോ അവർക്കാണ് കിരീടം പോവുക. ആ 37 റൺസിന്റെ ലീഡ് വിദർഭയ്ക്ക് അങ്ങനെ തുണയാകുന്നു. പക്ഷേ മറുഭാഗത്ത് ഒരു മലയാളി സെഞ്ചുറി നേടിയാണ് വിദർഭയെ ഈ വിജയത്തിലേക്ക് എത്തിച്ചത് എന്നത് മറ്റൊരു സന്തോഷമാണ് നമുക്ക് പകുതിയെങ്കിലും. എന്താണ് അവിടുത്തെ ഒരു ആംബിയൻസ് ഇപ്പോൾ? കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്വാർട്ടറിലും സെമിയിലും ഒക്കെ അനുകൂലമായി മാറിയ ഒരു നിയമമാണ്. അത് ഫൈനലിൽ എത്തുമ്പോൾ കേരളത്തിന് എതിരെ മാറുകയും ചെയ്തു. ഫൈനലിൽ ഒന്നാം ഇന്നിംഗ്സിൽ ലീഡ് നേടുക എന്ന കേരളത്തിൻ്റെ ലക്ഷ്യം കാണാതെ പോകുന്നു. പിന്നീട് രണ്ടാം ഇന്നിംഗ്സിൽ വിദർഭയെ പിടിച്ചു കെട്ടാൻ നമുക്ക് കഴിയാതെ പോകുന്നു. വാലറ്റക്കാർ പ്രതിരോധിച്ച് നിന്നതോടെയാണ് കേരളത്തിൽ നിന്ന് പതിയെ വിജയം എങ്ങനെ അകന്നു പോകുന്നത്. ഉച്ചയ്ക്ക് മുമ്പ് നമുക്ക് പിന്നെയും പ്രതീക്ഷയുണ്ടായിരുന്നു. ലഞ്ചിന് മുമ്പെങ്കിലും അവരെ ഓൾ ഔട്ടാക്കാൻ കഴിഞ്ഞാൽ കേരള ബാറ്റർമാർ ഒന്ന് ആഞ്ഞു ശ്രമിച്ചാൽ ഒരുപക്ഷെ നമുക്ക് കപ്പ് എടുക്കാൻ കഴിയും. കാരണം വിജയത്തിൽ കുറഞ്ഞതൊന്നും കിരീടത്തിലേക്ക് നമ്മളെ എത്തിക്കില്ല എന്ന കാര്യം നമുക്ക് ബോധ്യമുള്ളതാണ്. പക്ഷേ അത്തരമൊരു സാഹചര്യം ഉണ്ടായില്ല. വാലറ്റക്കാർ ചെറുത്തു നിന്നതോടെ കേരളത്തിന് സമനില സമ്മതിക്കേണ്ടി വന്നു. മൈതാനത്ത് കഴിഞ്ഞ 3 ദിവസമായി KCയുടെ നേതൃത്വത്തിൽ KCക്ക് കീഴിൽ കളിക്കുന്ന അണ്ടർ 16-14 ടീം അംഗങ്ങൾ പ്രോത്സാഹനത്തിനായി എത്തിയിരുന്നു. കേരളത്തിൽ നിന്നെത്തിയ ചില ആരാധകരുണ്ടായിരുന്നു, നാഗ്പൂരിൽ നിന്നുള്ള ആരാധകർ. അങ്ങനെ വിദർഭയുടെ തട്ടകമാണെങ്കിലും ഒരു പരിധിവരെ കേരള ആരാധകർ കാര്യമായി തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെ വലിയ പിന്തുണ കേരള ടീമിന് ലഭിക്കുന്നുണ്ടായിരുന്നു. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശയാണ്. ഇന്നിപ്പോൾ KCA ഭാരവാഹികൾ, പ്രസിഡന്റും സെക്രട്ടറിയും അടക്കമുള്ള ആളുകളൊക്കെ തന്നെ രാവിലെ എത്തിയിരുന്നു. ഒരു കിരീടത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ തന്നെ ആഘോഷിക്കാൻ കേരളം തീരുമാനിച്ചിരുന്നു, KCA തീരുമാനിച്ചിരുന്നു. പക്ഷേ പതിയെ മത്സരം കൈവിട്ടുപോയി. എന്നിരുന്നാൽ പോലും ഫൈനൽ കളിക്കുക എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ ആദ്യമാണ്. 94-ൽ നമ്മൾ ഒരു നോക്കൌട്ട് മത്സരം കടന്നതിന് ശേഷം പിന്നീട് ഒരിക്കൽ കൂടി നോക്കൌട്ട് കഴിഞ്ഞു. 2017 സീസൺ എത്തുമ്പോഴേക്ക് നമ്മൾ സെമി ഫൈനൽ കളിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടി സെമി കടമ്പയും കടന്ന് നമ്മൾ ഫൈനൽ വരെ എത്തി. ഫൈനലിൽ കിരീടധാരണം നമ്മൾ കൊതിച്ചു. പക്ഷേ അത് നടക്കാതെ പോകുമ്പോഴും കേരളം പോലെ ഒരു ടീമിന്, ഗ്രൂപ്പിൽ കരുത്തരായ ടീമുകളോട് പോരാടി വന്ന ഒരു ടീമിന് ഒരിക്കലും ഇങ്ങനെയൊരു മത്സര സാധ്യത, ഇങ്ങനെ ഒരു ഫൈനൽ വരെയെങ്കിലും കേരളം എത്തുമെന്ന് പലരും പ്രതീക്ഷിച്ചു പോലും ഇല്ലായിരുന്നില്ല. അവിടെ നിന്ന് കരുത്തരെയൊക്കെ തോൽപ്പിച്ച് തോൽവി വഴങ്ങാതെ മുന്നോട്ട് വന്നു. ഒടുവിൽ ഫൈനലും കളിച്ചാണ് കേരളം നാട്ടിലേക്ക് മടങ്ങുന്നത്. വിജയമില്ലെങ്കിലും സമനിലയോടെ കിരീടം കൈവിട്ടെങ്കിലും കേരള ടീമിന് അർഹിക്കുന്ന ഒരു സ്വീകരണം കേരളത്തിൽ ലഭിക്കും. നമ്മൾ KCA പ്രസിഡന്റുമായി നേരത്തെ സംസാരിച്ചാണ്, JS ജോർജുമായി സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് ഇവിടെ നിന്നൊരു ചാർട്ടേഡ് വിമാനത്തിൽ കേരള താരങ്ങളെ നാട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ പ്രമുഖരായവരൊക്കെയാണ് നിരത്തി മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളെ എത്തിച്ചുകൊണ്ട് വലിയൊരു സ്വീകരണം, അവർ അർഹിക്കുന്ന ഒരു സ്വീകരണം അവർക്ക് നൽകേണ്ടതുണ്ട്. കാരണം സമീപകാലത്ത് ഒരു 2017 ശേഷം കേരള ടീമിന്റെ ഒരു മൈൻഡ് സെറ്റിൽ പോലും വന്നൊരു മാറ്റമുണ്ട്. സമ്മർദ്ദ ഘട്ടങ്ങളിൽ പോലും അടിപതറാതെ കരുത്തോടെ നിൽക്കാൻ, എതിരാളികളുടെ കരുത്തിനെ ഒന്നും തന്നെ പേടിച്ചു മാറാതെ മുന്നോട്ട് പോകാൻ കേരളത്തിന് കഴിഞ്ഞു. അതാണ് ഗുജറാത്തിനെതിരായ മത്സരത്തിൽ പോലും നമ്മൾ കണ്ടത്. അവസാനം മത്സരം കൈവിട്ടു പോകുമെന്ന ഘട്ടത്തിൽ പോലും കേരള താരങ്ങൾ സമ്മർദ്ദത്തിന് അടിപ്പെടാതെ കളിച്ചുകൊണ്ടിരുന്നു. ഒരുപക്ഷെ അതൊരു ഭാഗ്യമെന്ന് പറയുമ്പോൾ പോലും കേരളം ഇത്രയേറെ മുന്നേറി വന്നതിന് ഉള്ള ഒരു അർഹത പോലെയായിരുന്നു ആ ഒരു വിക്കറ്റ് കേരളത്തിൽ ലഭിച്ചത്. അങ്ങനെ ഗുജറാത്തിനെയും തോൽപ്പിച്ച് ഫൈനലിലേക്ക് വന്ന ടീം വിദർഭയെ പോലെ കരുത്തരായ ടീമിനോടെയാണ് വിജയിക്കാൻ കഴിയാതെ പോയത്. പക്ഷേ മുംബൈയെ പോലും തകർത്തെറിഞ്ഞ്, തമിഴ്നാടിനെ പോലും തകർത്തെറിഞ്ഞ് വന്ന വിദർഭയെ പോലെ ഒരു ടീമിന് മുന്നിൽ നമുക്ക് തോൽവി പിണഞ്ഞില്ല. പക്ഷേ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. ദൗർഭാഗ്യകരമാണ്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ പശ്ചാത്തലം, ചരിത്രമൊക്കെ പരിശോധിക്കുമ്പോൾ ഇത്രയും കാലം കേരളം രഞ്ജി കളിച്ചു തുടങ്ങി വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ആദ്യമായാണ് നമ്മളൊരു ഫൈനൽ കളിക്കുന്നത്. അതുകൊണ്ട് അഭിമാനത്തോടെ തന്നെ കേരള താരങ്ങൾക്ക് മടങ്ങാം. ഇന്ത്യയിലെ ആഭ്യന്തര ക്രിക്കറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂർണമെന്റുകളിൽ ഒന്നാണ് രഞ്ജി ട്രോഫി. 90 വർഷത്തെ പാരമ്പര്യമുള്ള, ചരിത്രമുള്ള രഞ്ജി ട്രോഫിയിൽ കേരളത്തിന്റെ കന്നിക്കിരീടം എന്ന സ്വപ്നമാണ് പൊലിഞ്ഞത്. പക്ഷേ സമനിലയിൽ തളച്ച് വിദർഭയെ കൃത്യമായി ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ കേരള ടീമിനായി. ആദ്യ ഇന്നിംഗ്സിൽ 37 റൺസിന് ലീഡാണ് വിദർഭയ്ക്ക് രഞ്ജി ട്രോഫിയിലെ 3ാം കിരീടം നേടിക്കൊടുത്തിരിക്കുന്നത്. എന്തായാലും രഞ്ജി ട്രോഫി ഫൈനലിൽ എത്താൻ കഴിഞ്ഞ ആ ഒരു പുതിയ നീക്കം, പുതിയ തുടക്കം, അത് കേരളത്തിന് വലിയ മുതൽക്കൂട്ടാവും. പുതിയ കളിക്കാർക്കും ഒപ്പം തന്നെ നിലവിലുള്ള ടീമിനും വലിയ ഊർജ്ജമാണ് അത് നൽകിയിരിക്കുന്നത്. വരും ടൂർണമെന്റുകളിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കേരളത്തിന് വലിയ ആത്മവിശ്വാസമാണ് രഞ്ജി ട്രോഫിയിലെ ഈ ഫൈനൽ പ്രവേശം ഉണ്ടായിരിക്കുന്നത്.